എന്താ മേഡം ഇത് അന്യായമായിരിക്കുന്നു. മോളെ അടിച്ചൊന്ന് കംപ്ലൈന്റ് കൊടുത്ത എന്താ വാങ്ങാത്തെ? കേസ് ജെനുവിനാണെന്ന് അറിഞ്ഞാൽ മാത്രമേ കംപ്ലൈന്റ് വാങ്ങണോ ഫയൽ ചെയ്യണോന്ന് തീരുമാനിക്കൂ. ഇതിൽ എന്താ ജെന്യൂനിറ്റി ഇല്ലാത്തത്? പബ്ലിക് ആയിട്ടാ അടിച്ചത്, അതറിയാ നിങ്ങൾക്ക്? ഇപ്പഴേ എനിക്ക് മനസ്സിലായി. ദാ നിങ്ങളും കണ്ടോളൂ, നോക്കിക്കോളൂ. അവനും എന്നെ അടിച്ചതല്ലേ? പക്ഷെ ആദ്യം നീ അടിച്ചെന്ന് എന്താ പറയാഞ്ഞത്? ഇനി നിങ്ങൾ പറ, ഞാൻ ആരുടെ പേരിലെ കേസെടുക്കേണ്ടത്? വേണ്ട മാം, ഐ ഡോണ്ട് വാണ്ട് ടു ഫയൽ എനി കംപ്ലൈന്റ്. അവരടിച്ചില്ലെങ്കിലും ഞാൻ അടിക്കരുതായിരുന്നു. സോറി. ഗുഡ്. ഒരു പെണ്ണ് കംപ്ലൈന്റ് ചെയ്താ അത് കണ്ണടച്ച് വിശ്വസിക്കുന്നു ഒരിക്കലും വിചാരിക്കരുത്. പെണ്ണായാലും ആണായാലും തെറ്റ് തന്നെയാ. സോറി മാം. ഗുഡ്. താങ്ക്സ് മാഡം. വെയിറ്റ് ഒന്ന് നിൽക്ക്. ഹലോ, മേലെ ടെറസിലോട്ട് വാ. ഇത്ര ദൂരം വന്ന എന്നെ മേളിലോട്ട് വരുത്തിക്കരുത്. നോ നോ നോ, പ്ലീസ് പ്ലീസ് പ്ലീസ്, ഐ ആം റിയലി സോറി. നാളത്തെ ദിവസം നിനക്ക് ഓർമ്മയുണ്ടെന്ന് ചോദിക്കാനായിട്ടാ വന്നേ. നീ ഫോൺ എടുക്കാത്തത് കൊണ്ട് നേരിട്ട് ഞാൻ തന്നെ നിന്നോട് ചോദിക്കാനായിട്ട് വന്നേ. ഐ ആം റിയലി സോറി. ഇതെന്റെ എക്സാം ടൈം ആണ്. കുഴപ്പമില്ല, അതിന് നമുക്ക് എന്തെങ്കിലും ചെയ്യാം. ഞാൻ കോള് കട്ട് ചെയ്യുന്നത് വരെ നീ സംസാരിച്ചു കൊണ്ടേയിരിക്കണം. എന്താ മനസ്സിലായോ? That's good. നമ്മുടെ കല്യാണത്തിന് മുമ്പ് നിങ്ങൾ ഇതേപോലെയല്ലേ ഈ സംസാരിച്ചോണ്ടിരിക്കുന്നത്? ഡ്രസ്സിലും മൂൺലൈറ്റിന്റെ വെളിച്ചത്തിലും നീ സുന്ദരിയായിട്ടിരിക്കുന്നു. ചിരിച്ച കുറച്ചുകൂടി സുന്ദരിയാവും നീ. അയ്യോ, ബാറ്ററി ഡെഡ് ആയോ? ഞാൻ മനഃപൂർവ്വം സ്വിച്ച് ഓഫ് ചെയ്തതല്ല. ഞാൻ പിന്നെ എന്തു പറ്റി? ഒന്നും പറ്റിയില്ലല്ലോ മാഡം. അൺയൂഷ്വൽ റിയാക്ഷൻ ഇൻ എ യൂഷ്വൽ സിറ്റുവേഷൻ. എല്ലാരും തല്ലുകൂടുന്നത് നോക്കി നിൽക്കുമ്പോ നീ മാത്രം ഏതോ ടെൻഷനിലായിരുന്നു. അതെന്തോ അബ്നോർമലായിട്ട് തോന്നി. ആരവൻ? നിന്നെ ഞാൻ ഒരുപാട് വിളിച്ചു, നീ എടുത്തില്ല. മാത്രമല്ല അപ്പൊ സ്വിച്ച് ഓഫ് ആവും ചെയ്തു. സോ നീ സേഫ് ആണോ അല്ലയോ എന്നുള്ളൊരു ഡൗട്ടില് ഞാൻ നേരിട്ട് വരാന്ന് വെച്ചു. എന്താ നിന്റെ പ്രോബ്ലം? ടെൽ മീ. എന്താ അവന്റെ പേര്? അരുൺ, ഞാൻ അന്ന് തന്നെ നിന്റെ അടുത്ത് നോ പറഞ്ഞതല്ലേ? എവറി ഡേ ഇസ് നോട്ട് എ സൺഡേ. അതുപോലെ തന്നെ നിന്റെ തീരുമാനങ്ങൾ മാറ്റിക്കൂടെ? 2 ദിവസമായി ഞാൻ നോ പറഞ്ഞോണ്ടിരിക്കുകയല്ലേ. നോ പറഞ്ഞു നിനക്ക് ബോറടിക്കുന്നില്ലേ? ഒരു ചേഞ്ചിന് എസ് പറഞ്ഞുകൂടെ? എസ് പറഞ്ഞുകൂടെ? യെസ് യെസ് പറ. യെസ് പറഞ്ഞുകൂടെ? പറ, എസ് പറ. എസ് പറഞ്ഞേ. എസ് പറ മോളെ. എസ് പറ മോളെ. എസ് പറ. വൈ യെസ് 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 യെസ്. യെസ് പറഞ്ഞു വിളിക്കാൻ. യെസ് പറ. സോറി സോറി സോറി.
യെസ് പറ, യെസ് പറ മോളെ. ഒരു തവണ നീ യെസ് പറ മോളെ. എന്താ യെസ് പറയാത്തത്? യെസ് ഒന്ന് പറഞ്ഞു തോൽച്ചുകൂടെ? നീ എന്ത് ചെയ്താലേ യെസ് പറയുന്നേ? ഞാൻ പോയി ചാടട്ടെ? പറ, ഞാൻ പോയി ചാടട്ടെ? എന്ത് പറ? ഞാൻ പോയി ചാടട്ടെ? ഞാൻ ചാടാൻ പോവാ, ഞാൻ ചാടാൻ പോവാ. യെസ് പറ, പറ, യെസ് പറയട്ടെ, ചാടട്ടെ, പറ, യെസ് പറ. പ്ലീസ് ഗെറ്റ് ഡൗൺ. പ്ലീസ് പറയണോ? താഴോട്ട് ഇറങ്ങ്. പ്ലീസ് പ്ലീസ് എന്നെ വിട്ടേക്ക്. പ്ലീസ്. യെസ് പറയുന്നോ? ഇപ്പൊ പറയുന്നോ? പറ. നിന്നെ കാണാൻ തന്നെ എനിക്ക് പേടിയാവുന്നു. നീ പേടിക്കുന്നുണ്ടെന്ന് പറയുന്നത് കേൾക്കാൻ എനിക്ക് എത്ര സുഖമുണ്ടെന്നറിയാവോ? ഒരുമാതിരി ക്ലിക്ക് വരുന്നവേ. നീ കൂടുതൽ പേടിക്കാനായിട്ട് എനിക്ക് വേറെ ഒരു കാര്യം ചെയ്യാൻ തോന്നുവാ. എന്നെ കൺവിൻസ് ആക്കുന്നതിന് പകരം നീ ഇതിനെ സമ്മതിക്കുന്നത് നല്ലതാ. ജസ്റ്റ് ബി ലോജിക്കൽ, നോ ഡിസ്കഷൻ. സേ മൈ ഡിസിഷൻ. നിന്നെ കാണാൻ തന്നെ ഒരു സൈക്കോനെ പോലെ ഉണ്ട്. എന്തിനാ എന്നെ കരയിക്കുന്നേ? യെസ് പറയുന്നത് വരെ നീ ഇങ്ങനെ കരഞ്ഞോണ്ട് തന്നെ ഇരിക്കണം. സ്വാതിയല്ലേ? എനി പ്രോബ്ലം? പ്രോബ്ലം തീർത്തോ കൂടാ നീ? ഹേയ്, എന്താ പറ്റിയേ? എന്റെ ബ്ലഡ് ആണെന്നാണോ വിചാരിച്ചേ? അത് അവന്റെ ബ്ലഡാ. ഇങ്ങോട്ട് നോക്കിയേ, ഇറ്റ്സ് ഗോൺ. എഴുന്നേറ്റ്. പേടിക്കണ്ട, എഴുന്നേക്ക്. എന്നെ കുറിച്ച് ഇതുവരെ മനസ്സിലായില്ലെന്നാ തോന്നുന്നത്. നീ ഇതിനെ സമ്മതിച്ചില്ലെങ്കിൽ നിന്റെ ഈ അഡ്രസ് ഈ ലോകത്തില്ലാത്തതുപോലെ ഞാൻ ആക്കിക്കളയും. നീ എങ്ങോട്ടാ പോയെന്ന് ആർക്കും അറിയാത്തതുപോലെ ഞാൻ ആക്കിക്കളയും. ആർക്കും സംശയം തോന്നാത്തതുപോലെ ആക്കും. മനസ്സിലായോ? നീ കംപ്ലൈന്റ് കൊടുത്തിരുന്നു? നിങ്ങൾ എന്ത് എളുപ്പമായിട്ടാ കംപ്ലൈന്റ് ചെയ്യാൻ പറയുന്നേ? ഒരാള് കംപ്ലൈന്റ് കൊണ്ടുവന്നാ എന്ത് സംഭവിക്കുന്നു നിങ്ങൾക്കറിയില്ലേ? ഞാൻ ഇത്രയും കഷ്ടപ്പെട്ട് ഇവിടെ വന്നത് പഠിക്കാൻ വേണ്ടിയാ. പോലീസിനെ ഇൻവോൾവ് ചെയ്ത എന്റെ വീട്ടുകാരറിയും. പക്ഷെ പെൺകുട്ടികളാണ് വീട്ടുകാരുടെ മുമ്പ് കുറ്റക്കാരാവുന്നത്. അതെല്ലാം വിട്ടേക്ക്. ഇത്രയും ദൂരം പഠിക്കാൻ പോകേണ്ട എന്തെങ്കിലും ആവശ്യമുണ്ടോന്ന് അവര് ചോദിക്കും. അവർക്ക് അറിഞ്ഞിടത്തോളം കല്യാണവും കഴിച്ച് ഒരു കുട്ടിയെ നോക്കുന്നതാണ് മാഡം ലൈഫ്. എനിക്ക് എന്റെ ജീവിതത്തിൽ ഒരു ലക്ഷ്യമുണ്ട്. ഒരു പക്ഷെ അത് ചെയ്യാൻ പറ്റാണ്ട് പോവുമോ എന്നുള്ള പേടിയിലാണ് മാഡം ഞാൻ ഇന്നും ജീവിക്കുന്നത്. ഇതുപോലെ എത്രയോ പേരുണ്ട്. കുറച്ചു ദിവസം മുമ്പ് ഞാൻ ന്യൂസിൽ കണ്ടതാ. ഒരു സ്റ്റോക്കർ ഒരു പെൺകുട്ടിയെ 17 തവണയാ കുത്തി കൊന്നിരിക്കുന്നേ. അതുപോലെ എന്റെ ജീവിതം ഒരു ന്യൂസിൽ തീരാനുള്ളതല്ല മാഡം.